മലയാള ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മ ഭരണസമിതിയുടെ കൂട്ടരാജിയെ തുടർന്ന് സംഘടനയുടെ താൽക്കാലിക നടത്തിപ്പിനായി രൂപീകരിച്ച 9-അംഗ അഡ്ഹോക് കമ്മിറ്റിയിൽ നിന്നും ആദ്യ രാജി. നടി ആശ അരവിന്ദാണ് കമ്മിറ്റിയിൽ നിന്നും രാജിവെച്ചത്. കഴിഞ്ഞ ദിവസം കൂട്ടരാജി സമർപ്പിച്ച മുൻ എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കായി രൂപീകരിച്ച പ്രത്യേക വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ് താൻ അഡ്ഹോക് കമ്മിറ്റിയിലേക്കില്ലെന്ന കാര്യം ആശ വ്യക്തമാക്കിയത്. അമ്മയുടെ ജനപ്രിയ ആരോഗ്യ പദ്ധതിയായ സഞ്ജീവനിയുടെ പ്രധാന ചുമതല വഹിച്ചിരുന്ന വ്യക്തി കൂടിയായിരുന്നു ആശ അരവിന്ദ്. കാലാവധി പൂർത്തിയാക്കാൻ 2 വർഷം ബാക്കി നിൽക്കെ കഴിഞ്ഞ ദിവസമാണ് പ്രസിഡന്റ് ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ള 17-അംഗ ഭരണസമിതി കൂട്ടത്തോടെ രാജിവെച്ചത്. ഭരണസമിതിക്ക് നേരെ സംഘടനയ്ക്കുള്ളിൽ നിന്നും പുറത്തുനിന്നും ഉയർന്ന ശക്തമായ വിമർശനങ്ങളെ തുടർന്നായിരുന്നു ഈ അപ്രതീക്ഷിത നീക്കം. ജോയിന്റ് സെക്രട്ടറിയായിരുന്ന അൻസിബ ഹസൻ ഇതിനു തൊട്ടു മുമ്പ് തന്നെ സ്ഥാനം രാജിവെച്ചിരുന്നു. അവിശ്വാസ പ്രമേയ നടപടികളിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ മുഴുവൻ ഭാരവാഹികളും ഒന്നിച്ച് ഒഴിഞ്ഞതോടെയാണ് സംഘടനയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കായി നടൻ രമേഷ് പിഷാരടി കൺവീനറായ 9-അംഗ അഡ്ഹോക് കമ്മിറ്റി പ്രഖ്യാപിച്ചത്. നടൻ രമേഷ് പിഷാരടി കൺവീനറായ കമ്മിറ്റിയിൽ KB ഗണേഷ് കുമാർ, സുരേഷ് കൃഷ്ണ, സാദിഖ്, ഡോക്ടർ റോണി, കൃഷ്ണപ്രഭ, കലാഭവൻ, ഷാജോൺ, ദേവി ചന്ദന എന്നിവർക്കൊപ്പം ആശ അരവിന്ദും അംഗമായിരുന്നു. 4 മാസത്തെ താൽക്കാലിക കാലാവധിയിലേക്കാണ് ഈ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയത്. ഇതിനിടയിൽ പൊതു തെരഞ്ഞെടുപ്പ് എപ്പോൾ നടത്തണമെന്ന് തീരുമാനിക്കേണ്ടതും ഈ സമിതിയായിരുന്നു. എന്നാൽ മുൻ ഭരണസമിതിയിൽ അംഗമായിരുന്ന ആശ അരവിന്ദിനെ വീണ്ടും താൽക്കാലിക കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതിനെതിരെ സംഘടനയ്ക്കുള്ളിൽ നിന്ന് തന്നെ വലിയ ചോദ്യങ്ങളും ചർച്ചകളും ഉയർന്നു. മുൻ കമ്മിറ്റിയുടെ പദ്ധതികളിലും തീരുമാനങ്ങളിലും ആശയ്ക്ക് പങ്കുണ്ടെന്നിരിക്കെ പുതിയ സമിതിയിൽ എങ്ങനെ തുടരുമെന്ന വിമർശനം ശക്തമായതോടെയാണ് താൻ കമ്മിറ്റിയിൽ നിന്ന് പിന്മാറുന്നതായി ആശ അറിയിച്ചത്. അഡ്ഹോക് കമ്മിറ്റിയിലെ പ്രതിസന്ധികൾക്ക് പുറമെ സംഘടനയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും മുതിർന്ന താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ രാജിവെക്കുന്നതും അമ്മയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. പ്രമുഖ നടി മല്ലിക സുകുമാരൻ, ലക്ഷ്മിപ്രിയ തുടങ്ങിയവർ സംഘടനയിൽ നിന്ന് തങ്ങളുടെ രാജി പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. താൻ സ്നേഹപൂർവ്വം പടിയിറങ്ങുകയാണെന്നും നടി ശ്വേതാ മേനോനൊപ്പമാണ് താനെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മല്ലിക സുകുമാരൻ രാജിവിവരം പുറത്തുവിട്ടത്. അതേസമയം തികച്ചും വൈകാരികമായ ഒരു കുറിപ്പിലൂടെയാണ് നടി ലക്ഷ്മിപ്രിയ തന്റെ രാജി അറിയിച്ചത്. സംഘടനയിൽ നിന്നുള്ള പെൻഷനോ ഇൻഷുറൻസോ മരണാനന്തര ബഹുമതികളോ തനിക്ക് ആവശ്യമില്ലെന്ന് വ്യക്തമാക്കിയ താരം തന്റെ രാജി മുതിർന്ന അംഗങ്ങളായ കാലടി ഓമന, പൊന്നമ്മ ബാബു, ഉഷ ആലപ്പുഴ എന്നിവർക്ക് സമർപ്പിക്കുന്നതായും പറഞ്ഞു. മരണശേഷമുള്ള ചടങ്ങുകളിൽ പോലും തന്നെ സ്നേഹിക്കുന്ന ചിലരൊഴികെ മറ്റാരും വരാൻ ആഗ്രഹിക്കുന്നില്ലെന്ന കടുത്ത ഭാഷയിലാണ് ലക്ഷ്മിപ്രിയ പ്രതികരിച്ചത്. മറ്റൊരു പ്രമുഖ ഭാരവാഹിയായിരുന്ന നടൻ ടിനി ടോം താനിനി സംഘടനയിൽ ഒരു സാധാരണ മെമ്പർ മാത്രമായി തുടരുമെന്നും ഔദ്യോഗിക പദവികളിലേക്കില്ലെന്നും ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കി. വരും ദിവസങ്ങളിൽ കൂടുതൽ രാജികളും പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും ഉണ്ടാകുമെന്ന സൂചന നൽകിക്കൊണ്ട് അമ്മ സംഘടന ഇതുവരെ കാണാത്ത വലിയൊരു ആഭ്യന്തര പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്.